വോട്ടിംഗ് യന്ത്രത്തിൽ തിരിമറി നടക്കാതെ രാജ്യത്ത് നീതിപൂർണമായ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ BJPക്ക് 180 സീറ്റിലധികം നേടാൻ കഴിയില്ലെന്നാണ് പ്രിയങ്ക ഗാന്ധി പറയുന്നത്. പ്രിയങ്ക ഗാന്ധിയുടെ ഈ ആരോപണം നിസ്സാരമായി കാണാൻ സാധിക്കില്ല. 400 സീറ്റിലധികം നേടുമെന്ന BJPയുടെ അവകാശവാദത്തെയാണ് പ്രിയങ്ക ഗാന്ധി ചോദ്യം ചെയ്തത്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 400ലധികം സീറ്റ് നേടുമെന്ന് അവർ പറയുന്നത്? അവർ ജ്യോത്സ്യന്മാരാണോ എന്നാണ് പ്രിയങ്ക ചോദിക്കുന്നത്. ഒന്നുകിൽ അവർ നേരത്തെ തന്നെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകണം, അതുകൊണ്ടാകാം 400ലധികം സീറ്റ് നേടുമെന്ന് പറയുന്നത്. അല്ലാത്ത പക്ഷം എങ്ങനെയാണ് 400 സീറ്റ് നേടുമെന്ന് അവർക്ക് പറയാൻ കഴിയുക? മോദിയുടെ പടം റിലീസാകില്ലെന്നാണ് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പരിഹസിച്ചത്. ട്രെയിലർ ഇത്ര മോശമാണെങ്കിൽ പടം എന്താകുമെന്നാണ് സ്റ്റാലിൻ്റെ ചോദ്യം. തമിഴ്നാട്ടിൽ 40ൽ 40 സീറ്റും തങ്ങൾ നേടും. അടിമത്തത്തിൻ്റെ നൂറ്റാണ്ടിലേക്ക് നമ്മുടെ നാട് തിരിച്ചു പോകരുത്. എല്ലാ മണ്ഡലങ്ങളിലും സ്റ്റാലിനാണ് സ്ഥാനാർത്ഥി എന്ന് കരുതി അധ്വാനിക്കണമെന്ന് പ്രവർത്തകരോട് ആഹ്വാനം ചെയ്തിട്ടുണ്ടെന്നും സ്റ്റാലിൻ വെളിപ്പെടുത്തി. അണ്ണാ DMK BJPയുടെ B ടീമാണ്. എന്തിനാണ് മത്സരിക്കുന്നതെന്ന് പോലും എടപ്പാടിക്കറിയില്ല. പിന്നിൽ നിന്ന് കുത്തുന്നതാണ് എടപ്പാടിയുടെ ചരിത്രമെന്നും സ്റ്റാലിൻ പരിഹസിച്ചു. അതുപോലെ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ ദേശീയ പൗരത്വ രജിസ്റ്റർ, പൗരത്വ ഭേദഗതി നിയമം, ഏക സിവിൽ കോഡ് എന്നിവ പിൻവലിക്കുമെന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഉറപ്പിച്ചു പറയുന്നു. BJP രാജ്യത്തെ മുഴുവൻ തടങ്കൽ പാളയമാക്കി. നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിലെത്തിയാൽ രാജ്യത്ത് ഇനിയൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ല. ഇത്രയും അപകടകരമായ ഒരു തെരഞ്ഞെടുപ്പ് ജീവിതത്തിൽ കണ്ടിട്ടില്ല. 2026 പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് 126 സീറ്റുകളിലും മത്സരിക്കും. തൃണമൂൽ കോൺഗ്രസ് എല്ലാ മതങ്ങളെയും സ്നേഹിക്കുന്നു, മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും മമതാ ബാനർജി വ്യക്തമാക്കി.